ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. തൃശ്ശൂർ പോഷ് വിലാസിൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോസുകൾ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീട് തൃശ്ശൂർ നടത്തറ സെൻറ്ററിനോട് തൊട്ട് ചേർന്നിട്ടാണ്. അതായത് നടത്തറ സെൻറ്ററിന് വെറും ഒരു 1.5 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ വീട്ടിലേക്കായിട്ടുള്ളത് കേട്ടോ. 5,800 സെൻറ്റ് സ്ഥലത്ത് 2,350 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോട് കൂടിയാണ് ഈ പുതിയ വീടിൻ്റെ നിർമ്മാണം. ഒരു കൊളോണിയം ടൈപ്പ് മോഡൽ വീടാണ് കേട്ടത്. ഒരു കൊളോണിയം ടൈപ്പ് മോഡൽ വീടാണ്. അതുപോലെ വീണ്ടും മുൻവശം നമുക്ക് കണ്ടറിയാം, വീതി കൂടിയ ടാറിനോട് തന്നെയാണ് കേട്ടോ കിടക്കുന്നത്. നല്ലൊരു അടിപൊളി ഗേറ്റഡ് കോളനിയാണത്. ഒരു വില്ലയാണ്, ധാരാളം ഡോക്ടർമാരൊക്കെ താമസിക്കുന്ന ഒരു ഏരിയ. 2 സൈഡിലും ടാറിനോടാണ്. ബസ് റൂട്ടിൻ്റെ ഒരു 100 മീറ്റർ കേട്ടോ, അത്ര അടുത്താണ്. നടത്തറ സെൻറ്ററിലേക്ക് 1,300, അതുപോലെ തൃശ്ശൂർ ടൗണിലേക്ക് ഒരു 6 കിലോമീറ്റർ ദൂരം മാത്രമാണ്. ധാരാളം വീടുകളുള്ള ഒരു ഏരിയ, അടുത്തൊക്കെ ധാരാളം വീടുകളുണ്ട്. അതുപോലെ ഈ വില്ലയിൽ തന്നെ കളിക്കാനുള്ള ഗ്രൗണ്ട്, കുട്ടികൾക്ക് കളിക്കാനുള്ള ഗ്രൗണ്ട്, അതുപോലെ വല്ല ഫംഗ്ഷനൊക്കെ നടത്താനുള്ള ഒരു ഓഡിറ്റോറിയം ഒക്കെ നമുക്ക് ഇതിൽ കണക്റ്റിംഗ് ആണ് നമുക്ക് ഈ വില്ലയിലുള്ള ആളുകൾക്ക്. ഈ വരുന്ന ഭാഗത്തൊക്കെ ഇനി ആർട്ടിഫിഷ്യൽ ഗ്രാസ് വയ്ക്കും. പുറത്തെ വർക്കുകൾ മാത്രമാണ് ഇനി ഇതിൽ ബാക്കിയുള്ള, ഉള്ളിലത്തെ വർക്കുകളൊക്കെ ഓൾറെഡി സെറ്റാണ് കേട്ടോ. അതുപോലെ വെള്ളത്തിനായിട്ട് ഇവിടെ ഓപ്പൺ കിണറും ഉണ്ട്, അതുപോലെ ബോർവെല്ലും ഉണ്ട്. വെള്ളം കയറൂല, വെള്ളം വറ്റൂല, അങ്ങനത്തെ ഒരു ഏരിയ ആണ് കേട്ടത്. നമുക്ക് കാണാം ധാരാളം പ്രൊഫൈൽ വർക്കുകളും LED ബൾബുകളും. നല്ലൊരു മോഡൽ വീടാന്ന് പറയാത്. ഇങ്ങനത്തെ ഒരു വീട് അധികം ആരും കണ്ടിട്ടില്ല, ഞങ്ങൾ പോലും കണ്ടിട്ടില്ല എന്ന് പറയാം. അതേപോലത്തെ ഒരു കൊളോണിയം ടൈപ്പ് മോഡലാണ് വീടാണിത്. 2 കാർ, വലിയ കാർ പാർക്ക് ചെയ്യാൻ സ്പേസ് ഉണ്ട് കേട്ടോ ഫ്രണ്ടിൽ. അതുപോലെ ഇതൊരു ഉരുളി ടൈപ്പ്, അത് വർക്ക് ഫിനിഷിങ് ആവണോ കേട്ടോ. ഓപ്പൺ കിണറിൻ്റെ ധാരാളം വെള്ളമൊക്കെ ഉള്ള ഒരു ഭാഗമെന്ന് പറയാത്. അതുപോലെ വെള്ളം വറ്റൂല. അതുപോലെ ബോർവെല്ലും ഉണ്ട്. ഈ കിണറിൻ്റെ വർക്കുകളും അതുപോലെ ഈ മുറ്റത്ത് കാണുന്ന ഈ ടൈൽ വിരിക്കുന്നതിൻ്റെ ആർട്ടിഫിഷ്യൽ ഗ്രാസിൻ്റെ വർക്ക് മാത്രമാണ് ബാലൻസ് ഉള്ളത്. വലിയൊരു സിറ്റ് ഔട്ട് അത് നമുക്ക് കാണാം. ഉള്ളിലേക്ക് പ്രൊജക്ഷൻ ആയിട്ടുള്ള ഒരു സിറ്റ് ഔട്ട്, ഗ്രാനൈറ്റ് ബോർഡറൊക്കെ കൊടുത്തിട്ട് വലിയ ടൈലാണ് കൊടുത്തിരിക്കുന്നത്. ഇനി അപ്പോക്സി വർക്ക് കുറച്ച് ബാലൻസ് ഉണ്ട്. ഇവിടെ ഡബിൾ പാളി ഡോറാണ് കേട്ടോ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. തേക്ക് കൂട്ടിലാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ BLDCയുടെ ഫാനുകളൊക്കെ എല്ലാ ഭാഗങ്ങളിലും ഓൾറെഡി കണക്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ ഭാഗങ്ങളിലെ ഫാനുകൾ എല്ലാ ബെഡ്റൂമുകളിലും ലിവിങ് ഹാളിലും ഡൈനിങ് ഹാളിലും. വീതി കൂടിയ ഒരു ഡോറ് കണ്ട ഈ ഒരു സൈഡിൽ കൊടുത്തിരിക്കുന്നത്. ഒരു ചെറിയൊരു കതക് ഇപ്പുറ സൈഡിലും കൊടുക്കുന്നുണ്ട്. വർക്ക് ഫിനിഷിങ്ങിൻ്റെ കുറച്ച് ബാലൻസ് സാധനങ്ങളാണ് ഇരിക്കുന്നത്. ബാക്കിയൊക്കെ വർക്കുകൾ സെറ്റാണ് കേട്ടോ. വലിയൊരു ഫുൾ ലെങ്ത് TV യൂണിറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ മുകൾ വശത്ത് ഫുൾ സൈഡിലും ഹോൾ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. LED ബൾബൊക്കെ വെച്ചിട്ട് മൾട്ടിവുഡിലാണ് TV യൂണിറ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ധാരാളം LED ബൾബുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ധാരാളം ഹോൾ സീലിംഗ് വർക്കും നല്ല അടിപൊളിയായിട്ടുണ്ട്. അതുപോലെ ഒരു ആർച്ച്, വലിയൊരു ആർച്ച് കൂടി നമ്മൾ ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിച്ചു. 2,350 സ്ക്വയർ ഫീറ്റ്. അത് കാരണം വലിയൊരു ഡൈനിങ് ഹാൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് ഹാൾ എന്ന് തന്നെ പറയാം. അതുപോലെ ഈ ഡൈനിങ് ഹാളിലും മുകൾ വശത്ത് അതും കണ്ട ഹോൾ സീലിംഗ് വർക്ക്, LED ബൾബ്, അതുപോലെ BLDCയുടെ ഇപ്പോഴത്തെ മോഡൽ ഫാനും ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സൈഡിൽ ഫുൾ ലെങ്ത്തിൽ തന്നെ വാഷ് ഏരിയയും കൊടുത്തിട്ടുണ്ട്. അത് മൾട്ടിവുഡിൽ തന്നെ മിററൊക്കെ വെച്ചിട്ട് അതിൻ്റെ മുകളിലും ഹോൾ സീലിംഗ് വർക്കും ബൾബും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. താഴെയായിട്ട് ധാരാളം കബോർഡ് വർക്കും സ്ട്രിപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് ഹാളിൽ നിന്നാണ് 2 ബെഡ്റൂം കൊടുത്തിട്ടുള്ള. ഇത് ആദ്യത്തെ ബെഡ്റൂം. നല്ല വീതി കൂടിയ ബെഡ്റൂമാണ്, നല്ല വലിപ്പത്തിലുള്ള ബെഡ്റൂം തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പല വിൻഡോസുകളൊക്കെ നല്ല വെളിച്ചം കിട്ടാവുന്ന രീതിയിലും കൊടുത്തിട്ടുണ്ട്. പ്രൊഫൈൽ വർക്കാണ് കണ്ട, കൺസീൽഡ് ആയിട്ട് LED ബൾബും അതുപോലെ സ്ട്രിപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയാണ് ഡെസ്ക് യൂണിറ്റോട് കൂടിയാണ് ഇവിടെ വാൾഡ്രോബ്സ് കൊടുത്തിരിക്കുന്നത്. അല്ല ബാത്റൂം കാണാത്ത വിധത്തിൽ സെൻട്രലായിട്ടാണ് കണ്ട. ബാത്റൂമിൻ്റെ വേറെ ഡോറാണ്. ഒരു യൂണിഫോം ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ജാഹുറിൻ്റെ ഫിറ്റിങ്സാണ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ചുമരിൽ ഒക്കെ ഇതേ കാണാം നമുക്ക്. ആ ഹീറ്ററിനുള്ള പോയിൻ്റൊക്കെ ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. വീതി കൂടിയ ടൈൽ തന്നെയാണ് വാൾ ടൈലായിട്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ വാഷബിളോട് കൂടിയിട്ടുള്ള അറ്റാച്ച്ഡ് ബാത്റൂം തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ രണ്ടാമത്തെ ബെഡ്റൂം ഓപ്പോസിറ്റ് സൈഡിൽ. ഈ ബെഡ്റൂം നല്ല വലിപ്പത്തിലുള്ള ബെഡ്റൂമാണ്. വീതി കൂടിയ ടൈൽ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ ക്യാമറ, CCTVയിലെ ക്യാമറയുടെ സിസ്റ്റം ഇവിടെ വെച്ചിട്ടുണ്ട്. 4 ഭാഗത്തും മുകളിലും ഒക്കെ ക്യാമറ ഓൾറെഡി സെറ്റ് ആക്കിയിട്ടുണ്ട്. അതുപോലെ ഈ ബെഡ്റൂമിലും പ്രൊഫൈൽ വർക്കുകൾ ധാരാളം ചെയ്തിട്ടുണ്ട്. ഇവിടെ ഫാനുണ്ട്. അതുപോലെ തന്നെ വാൾഡ്രോബ്സ്.
സെൻറ്ററിൽ മിററോട് കൂടിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സൈഡിലാണ് ബാത്റൂമിൻ്റെ ഡോറ് കാണാത്ത വിധത്തിൽ അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഇവിടുത്തെ പ്രത്യേകത കിച്ചൺ കണ്ട, ഡൈനിങ് ഹാളിൽ നിന്ന് നല്ല ഫുൾ ലെങ്ത്തിൽ ഒരു ഓപ്പൺ കിച്ചണായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ധാരാളം ഹാങ്ങിങ് ബൾബ് കൊടുത്തിട്ടുണ്ട്. കണ്ട, ധാരാളം ഹാങ്ങിങ് ബൾബ് ഫുള്ള് നാനോ വൈറ്റ് ആണ് ഇതിൻ്റെ ടോപ്പിൽ കൊടുത്തിട്ടുള്ളത്. കണ്ട, നാനോ വൈറ്റ് കൊടുത്തിട്ടുണ്ട്. അടിയിലൊക്കെ നല്ല പ്രൊഫൈൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഫുൾ വൈറ്റ്നെസ്സിലാണ് ഈ കിച്ചൺ സെറ്റ് ചെയ്തിട്ടുള്ളത്. താഴെയും മുകൾ വശത്തും ഒക്കെ ധാരാളം ഹോം, അതുപോലെ ചിമ്മിനിയും ഹോബൊക്കെ ഓൾറെഡി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും BLDC ഫാൻ കൊടുത്തിട്ടുണ്ട്, പ്രൊഫൈൽ വർക്ക് കൊടുത്തിട്ടുണ്ട്. എല്ലാ വർക്കും ഓൾറെഡി ഇവിടെ കഴിഞ്ഞിട്ട് കിടക്കുന്ന ഒരു വീടാണിത്. അതുപോലെ സൈഡിലൊക്കെ വാൾട്ടയിൽ കൊടുത്തിട്ടുണ്ട്, ഫുൾ വൈറ്റ്നെസ്സിൽ. നല്ലൊരു മനോഹരമായ വീടാണെന്ന് പറയാം. തൃശ്ശൂർ ടൗണിൽ നിന്ന് വെറും 6.5 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. അപ്പോൾ നടത്തറ ജംഗ്ഷൻ സിഗ്നലിൽ നിന്ന് ഒരു 1.5 കിലോമീറ്റർ, ബസ് റൂട്ടിൽ നിന്ന് ഒരു 100 മീറ്റർ, എല്ലാ സൗകര്യങ്ങളുള്ള. അതുപോലെ ഡാനൈറ്റ് സൂപ്പർ മാർക്കറ്റ് വരെ തൊട്ടടുത്തുണ്ട്. ഒരു 300 മീറ്ററിൻ്റെ ഉള്ളിൽ ഓട്ടോ സ്റ്റാൻഡും ബസ് റൂട്ടും ഒക്കെ ഇവിടെ അടുത്ത് തന്നെയാണ്. ഇത് സെക്കൻഡ് കിച്ചൺ ആട്ടാ. സെക്കൻഡ് കിച്ചണിൽ ഇത് കണ്ടില്ല, ഇവിടെ തന്നെ മുകളിൽ വെച്ചിട്ട് ധാരാളം ഇവിടെയും ചിമ്മിനി ഹോബും കൊടുത്തിട്ടുണ്ട്. കണ്ട, വർക്ക് ഏരിയയിലും ചിമ്മിനി ഹോബും ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു കോമൺ ബാത്റൂമും കൊടുത്തിട്ടുണ്ട്. എല്ലാം നല്ല മെറ്റീരിയലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലാം നല്ല ഗ്യാരണ്ടി ഉള്ള മെറ്റീരിയലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വർക്ക് ഏരിയയിൽ നിന്ന് പുറത്തേക്ക് കിടക്കുന്ന ഭാഗം. ഈ സൈഡിലൊക്കെ ബേബി മാറ്റിലൊക്കെ വരിച്ച് ചുമരിലേക്ക് ചെളി തെറിക്കാത്ത വിധത്തിലേ ഇനി എന്തെങ്കിലും തെയ്യലൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ബേബി മാറ്റിലൊക്കെ ഒന്ന് മാറ്റി വിലച്ചെടികളൊക്കെ വെക്കാവുന്നുള്ളൂ. ഈ ഒരു സൈഡിലൊക്കെ ധാരാളം ഫുൾ സൈഡിലും കൊടുത്തിട്ടുണ്ട്. ബാക്ക് വീഡിയോ സൈഡിലത്തെ വ്യൂസാണ് കാണുന്ന വീഡിയോകളിലെ. എല്ലാ ഡോക്ടർമാരും അതുപോലെ നല്ല നല്ല ജോലിക്കാർ, ഗവൺമെൻറ് എംപ്ലോയീസൊക്കെ താമസിക്കുന്ന ഒരു ഏരിയ. ഇത് ബോർവെല്ലും ഓൾറെഡി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മോട്ടറും ഓൾറെഡി വെള്ളത്തിലിട്ടിട്ടുണ്ട്. അതിന് സ്വിച്ചാണ്. 5,800 സെൻറ്റ് സ്ഥലത്ത് 2,350 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുള്ള വീടിന് ഉടമ ചോദിക്കുന്ന വില വെറും 1,08,00,000 രൂപയാണ്. വില നമുക്ക് നല്ല രീതിയിൽ നെഗോഷിയേറ്റ് ചെയ്ത് ചോദിക്കാവുന്നുള്ളൂ കേട്ടോ. മുകൾ വശത്തെ ഹാങ്ങിങ് ബൾബൊക്കെ കാണണം കയറി വരുന്ന സ്റ്റെപ്പിൽ കേട്ടോ. അതുപോലെ മുകൾ വശത്ത് മുട്ടണ്ട വലിയൊരു ഹാളാണ് കൊടുത്തത്. വലിയൊരു ഹാൾ തന്നെ പറയാം. ആ ഹാങ്ങിങ് ബൾബാണ് കാണുന്നത് കയറി വരുന്ന ഈ സൈഡിലുള്ളത്. ഇവിടെയും BLDC ഫാനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് മുകൾ വശത്തെ 3ാമത്തെ ബെഡ്റൂം ഉണ്ടോ. അത് താഴെ കാണുന്ന ബെഡ്റൂമിൻ്റെ അതേ വലിപ്പത്തിൽ തന്നെ മുകൾ വശത്തും കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഈ ഭാഗത്തും മുകൾ വശത്തും ഫാനും പ്രൊഫൈൽ വർക്കും ചെറുവക LED ബൾബുകളും ഒക്കെ ചെയ്തിട്ടുണ്ട്. വാർഡ്രോബ്സ് ഈ സൈഡിൽ സെൻറ്ററിൽ മിററോട് കൂടി തന്നെ കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം ജാഗ്വാറിൻ്റെ ഫിറ്റിങ്സാണ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കച്ചേരിയുടെ ടൈല് എല്ലാം നല്ല വില കൂടിയ മെറ്റീരിയലാണ് ഉപയോഗിച്ചിട്ടുള്ളതെന്ന് പറയാം. ഇതിൻ്റെ പ്രത്യേകത ഈ ഒരു ബെഡ്റൂമിന് മുകളിലത്തെ ഒരു ബെഡ്റൂമിന് നമുക്ക് പുറത്തേക്ക് ഒരു കയറി ഇരിക്കാം. കണ്ട, ഒരു ബാൽക്കണി മാതിരി ഒരു സേഫ്റ്റി ഡോറും കൊടുത്തിട്ടുണ്ട്, ഒരു ഗ്ലാസ് ഡോറും കൊടുത്തിട്ടുണ്ട്. ഗ്ലാസ് ഡോറ് നമുക്ക് തുറന്നാൽ ഇവിടെ ചെയറൊക്കെ ഇട്ടിട്ട് ഇരിക്കാമെന്ന് പറയാം. ഒരു ബാൽക്കണി മാതിരി ഇപ്പോഴത്തെ പുതിയൊരു ട്രെൻഡാണിത്. കണ്ട, ഇവിടെ ബെഡ്റൂമിൽ നമുക്ക് വേണമെങ്കിൽ കാറ്റുവെള്ളം നിന്ന് ഇറങ്ങിയിരിക്കാന്നുള്ള സ്പേസ് ഉണ്ടെന്ന് പറയാം. ലോൺ ആവശ്യമെങ്കിൽ വിവിധ തരം ബാങ്കുകളുടെ ലോണുകൾ ഞങ്ങൾ തന്നെ തയ്യാറാക്കി തരും കേട്ടോ. അപ്പോൾ മുകൾ വശത്ത് ഈ ഒരു ഭാഗത്തൊരു TV യൂണിറ്റ് ഹാളിൽ കൊടുത്തിട്ടുണ്ട്. കബോർഡൊക്കെ ചെയ്തിട്ട് നല്ല രസത്തിൽ തന്നെ ചെയ്താണ്. 4ാമത്തെ ബെഡ്റൂം. നാലാമത്തെ ബെഡ്റൂമിലും ഫാനും അതുപോലെ എല്ലാ LED ബൾബുകളും എല്ലാം ചെയ്തിട്ടുണ്ട്. പ്രൊഫൈൽ വർക്കുകളും ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. UV ഷീറ്റിലാണ് ഇവിടെ കബോർഡുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. സെൻറ്ററിൽ നമുക്ക് കാണാം ഒരു മിററൊക്കെ വെച്ചിട്ടുണ്ട്. നേരത്തെ അടിയിൽ കണ്ട മാതിരി അതേപോലെ തന്നെ ബാത്റൂം കാണാത്ത വിധത്തിലുള്ള, പുറത്തൊന്നും കാണില്ല, ഡോറ് തുറന്നാലേ നമുക്കതിൻ്റെ കാണാൻ സാധിക്കുള്ളൂ. ഈ സെൻറ്ററിലാണ് കൊടുത്തിരിക്കുന്നത് ഡബിൾ പല്ലോട് കൂടിയിട്ട്. ഇതിൻ്റെ പ്രത്യേകത വേണ്ട, ഈ ഒരു സൈഡിൽ നമുക്ക് കുളിക്കാനുള്ള ബാത്തിൻ്റെ ഡപ്പൊക്കെ ഈ സൈഡിലാണ് ചെയ്തത്. അതുപോലെ ഫുൾ ലെങ്ത്തിൽ മിറർ ഉണ്ടോ, ടഫൻ ചെയ്തിട്ടുള്ള മിറർ ഫുൾ ലെങ്ത്തിൽ സ്ലൈഡ് ചെയ്യാവുന്ന വിധത്തിലാണ്. ഇത് സ്ലൈഡ് ചെയ്താൽ നമുക്ക് അവിടേക്ക് സിംഗിൾ പീസിൻ്റെ ജാഗ്വാറിൻ്റെ ക്ലോസറ്റൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. വാഷബിളോടുകൂടി വരിക ഭാഗമാണ് ഇവിടെയും സെറ്റ് ചെയ്തിട്ടുള്ളത്.
വീതി കൂടിയ ടൈൽ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരുന്നത്. അതൊക്കെ എല്ലാ ബെഡ്റൂമിലും അത്ര അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ അപ്പോക്സിയോട് കൂടിയാണ് കൊടുത്തിരിക്കുന്നത്, ലീക്കേജ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അത് ഈ ബെഡ്റൂമിന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങിയിരിക്കാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട്. കണ്ട, സേഫ്റ്റി ഡോറും കൊടുത്തിട്ടുണ്ട്, ഒരു ചില്ല് ഗ്ലാസിൻ്റെ ഡോറും കൊടുത്തിട്ടുണ്ട്. ചെയറൊക്കെ ഇട്ട് 2 പേർക്കൊക്കെ ഇരിക്കാവുന്ന സ്പേസ് ഉണ്ട്. അത് ഈ ഒരു ബെഡ്റൂമിൽ തന്നെ പുറത്തേക്ക് കിടക്കണം, അതായത് മുകൾ വശത്തെ ഓപ്പൺ ബാൽക്കണിയാണിത്. വലിയൊരു ബാൽക്കണി തന്നെ ഇവിടെ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. താഴെ കാണുന്ന അതേ ആ ഇതിൻ്റെ വലിപ്പത്തിൽ തന്നെ മുകൾ വശത്ത് ഓപ്പൺ ബാൽക്കണി കിട്ടിയിട്ടുണ്ട്. ഒരു ഗേറ്റഡ് കോളനിയാണ്, അതായത് ഇവിടെ ഒരു സെക്യൂരിറ്റി ഒക്കെ ഉണ്ട്. അതുപോലെ വേസ്റ്റ് എടുക്കാനൊക്കെ ആൾക്കാർ വരും. ആ കാണുന്ന ഭാഗത്താണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കുട്ടികൾ കളിക്കാനുള്ള പാർക്ക്, അതുപോലെ വല്ല ഫംഗ്ഷൻ നടത്താനുള്ള സ്ഥലം അതൊക്കെ നമുക്ക് ഇതിൽ ഉൾപ്പെട്ടതാണ്. അതിന് വേറെ സെപ്പറേറ്റ് പൈസയൊന്നും ഇല്ല എന്ന് പറയാം. വീടിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാൽ മതി. അപ്പോൾ നമുക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാം. ബാക്കിലത്തെ ഓപ്പൺ ടെറസാണ്, ഫുള്ള് ടൈലൊക്കെ വിരിച്ചിട്ടുണ്ട്. അതും അപ്പോക്സിക്ക് ചെയ്ത് ലീക്കേജ് ഒന്നും വരാത്ത വിധത്തിലേ നല്ല വുഡ് ഡിസൈനിലെ ടൈലാണ് കൊടുത്തിരിക്കുന്നത്. ഈ സൈഡിൽ കണ്ട വാഷിംഗ് മെഷീനിലെ പോയിന്റ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്, താഴെയും ഉണ്ട്. ഏറ്റവും ടോപ്പിലേക്ക് കയറാനുള്ള സ്റ്റയർ ഒരു സൈഡിൽ ഒതുക്കി കൊടുത്തിട്ടുണ്ട്. അടുത്തൊരു വീടിൻ്റെ വീഡിയോസുമായി വരുന്നവരെല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.